ആൻഡ് മാച്ച് ആയി വന്നിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്നും കാണുന്നത്. എല്ലാവർക്കും പുത്തരാൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടണിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. 3 കളറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഡിഫറെന്റ് പ്രിന്റുകളുണ്ട്. 44 ഇഞ്ച് വിഡ്ത്തിൽ 119ലാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു കളറിന് മാച്ച് ചെയ്യാവുന്ന ഫാബ്രിക് ആണ്. ഞാൻ ഇത് വെയർ ചെയ്തിരിക്കുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇത് വന്നിട്ടുള്ളത് ബൂട്ട പാറ്റേണിൽ തന്നെയാണ്. സെയിം കളറാണ്, പ്രിന്റിന് മാത്രമാണ് ചേഞ്ച്. അതായത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം കളറും സെയിം ഫാബ്രിക്കും ആണ്. ഇതിനകത്ത് പോയിട്ടുള്ള ബൂട്ടയുടെ പ്രിന്റ് ആണ് ഇതിനകത്ത് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഇത് ക്യാമ്പ്രിക് ആണ് ഫാബ്രിക്, അതായത് ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലാണ് ഫാബ്രിക് വരുന്നത്. ഇതിന്റെ ഈ ബൂട്ട് താഴോട്ട് പോകുന്ന പോലെയാണ് ഞാനിപ്പോ ഇത് ഇങ്ങനെ നിവർത്തി കാണിച്ചു പോരുന്നത്. ആക്ച്വലി നമുക്ക് താഴോട്ട് പോകുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പറയട്ടെ, നമ്മളുടെ ഈ കളർ, ചില കളർ നമ്മൾ വീഡിയോനകത്ത് ചേഞ്ച് വരുന്നുണ്ട്. ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം ഇതിന്റെ ഒറിജിനൽ കളർ കിട്ടാനായിട്ട്. എന്നാലും ചില കളർ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് പറയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് കേട്ടോ. എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ പറയുന്നുണ്ട് കളറൊക്കെ. എങ്കിലും ചില കളേഴ്സ് എല്ലാ കളേഴ്സും അല്ല, ചില കളേഴ്സ് വീഡിയോ എടുക്കുമ്പോൾ അതിന് ചെറുതായിട്ട് ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ എല്ലാവരും ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ എല്ലാവരും ഇതിനകത്ത് പറയാറുണ്ട് ഈ സെയിം കാര്യം. പിന്നെ നമ്മുടെ നിങ്ങളുടെ ഡിവൈസിലെ സെറ്റിങ്ങിന്റെ അതുമൂലവും ഇതിന് കളർ ചേഞ്ച് വരാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് അറിയാം എത്രത്തോളം ചേഞ്ച് വരും. എന്നാലും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനി ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതിന് ബോട്ടം ചെയ്യാനുള്ള ഒരു ഡിസൈൻ കാണിച്ചു തരാം. ബോട്ടം അല്ല, ടോപ്പും ചെയ്യാം, പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് വരുന്നത് ഒരു സ്ട്രൈപ്പ് പാറ്റേണിലാണ്. ഇതിന്റെ നല്ല ഭാഗം വരുന്നത്, എല്ലാ ഫാബ്രിക്കിനും 2 ഭാഗം ഉണ്ടല്ലോ, നല്ല ഭാഗം വരുന്നത് ഈ ഒരു പാറ്റേണിൽ, അതായത് ഇങ്ങനെ താഴോട്ട് പോകുന്ന പോലെ. അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നമുക്ക് ഇത് വെച്ചിട്ട് ബോട്ടം ചെയ്യാം, ആദ്യം കണ്ടത് വെച്ചിട്ട് ടോപ്പ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ടോപ്പ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ നിർബന്ധം പറഞ്ഞ ഒരു ഓപ്ഷൻ പറഞ്ഞേ ഉള്ളൂ. ഇഷ്ടമുള്ളത് എടുക്കാം. ഇപ്പൊ ഈ കാണുന്ന മിക്സ് ആൻഡ് മാച്ചിന് എല്ലാം തന്നെ ഒരു ഓഫ് വൈറ്റ് കളറുള്ള ബോട്ടം ഉണ്ടെങ്കിൽ ടോപ്പ് മാത്രം വാങ്ങിച്ചാലും മതിയാവും. അങ്ങനെയും നമുക്കിത് വെയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ സെയിം പ്രിന്റ് തന്നെയാണ്, ബൂട്ട സെയിം തന്നെയാണ്. ഗ്രീൻ കളറിലാണ് വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ്. ഡാർക്ക് ഗ്രീൻ അല്ല, ഒരു ഗ്രീനിന്റെ തന്നെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇത് വരുന്നതും. കണ്ടോ, ഇപ്പൊ ആ ബൂട്ട താഴോട്ട് പോകുന്ന പോലെ വന്നിട്ടുണ്ട്. ഫോൾഡിങ്ങിന് ഡിഫറൻസ് കൊണ്ടാണ് ആദ്യം ഇത് മുകളിലോട്ട് പോകുന്ന പോലെ തോന്നിയത്. ഇത് വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം. നമ്മുടെ ക്യാമ്പ്രിക് എല്ലാം ഞാൻ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്യാറുള്ളത്. 44 ഇഞ്ച് തന്നെയാണ് ഇതിന്റെയും വിഡ്ത്ത് വരുന്നത്. 119 119 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ബോട്ടത്തിന്റെ ഫാബ്രിക് സെയിം ഫാബ്രിക് ആണ്, ഡിസൈൻ സിഗ്സാഗ് ആണ്. ആദ്യം കണ്ടത് ലൈൻ പാറ്റേണിലായിരുന്നേ, ഇത് വന്നിട്ടുള്ള സിഗ്സാഗ് ആണ്. ഇങ്ങനെയാണ് ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് വൺ കാണുന്നത് ഇൻഡിഗോ ഷെയ്ഡിലാണ്. നമ്മൾ ഇത്ര നേരം കണ്ട സെയിം ബോട്ട് തന്നെ ഒരു ഇൻഡിഗോ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് ഒരു എന്താ പറയുന്ന ബ്ലൂ കളർ ആ ഇൻഡിഗോ ആണെങ്കിലും ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡിഗോ അല്ല കേട്ടോ. കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിഗോ ടോണിലാണ്. സെയിം ബോട്ട് തന്നെയാണ്. ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നമുക്ക് ഇതിനെ മാച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് സിഗ്സാഗ് ആണ്. നമ്മൾ ഇത്ര നേരം കണ്ട പോലെ തന്നെ ആദ്യം കണ്ട സിഗ്സാഗിന്റെ ഡിസൈൻ അല്ല, കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിനകത്ത് സെൽഫ് ആയിട്ടുള്ള ഒരു പ്രിന്റും കൂടെ പോകുന്നുണ്ട് ഈ സിഗ്സാഗ് കൂടാതെ. ആദ്യം കണ്ടതിനകത്തൊക്കെ സിഗ്സാഗും പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് വെറുതെ ഒരു വൈറ്റ് കളറും ഒക്കെ ആയിരുന്നു. ഇതിനകത്ത് നമുക്കൊരു ചെറിയൊരു മാർബിൾ എഫക്റ്റ് പോലത്തെ ഒരു പ്രിന്റും കൂടെ വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ താഴോട്ട് പോകുന്ന പോലെയാണ്. അപ്പൊ ഇപ്പൊ കണ്ടത് രണ്ടും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബ്ലൂവിൽ തന്നെ. ഇനി ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. പ്രൈസ് ഒന്നുകൂടെ പറയട്ടെ, 119 ആണ്, 119 രൂപ പെർ മീറ്റർ ആണ്. ക്യാമ്പ്രിക് കോട്ടൺ ആണ്. അതുപോലെ തന്നെ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഒരു കാര്യം കൂടെ ഓർമ്മിക്കട്ടെ, ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും ചിലരൊക്കെ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഒന്നുകൂടെ പറയാം ഞാൻ. നമുക്ക് ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് മുക്കി വെക്കുക. 1/2 മണിക്കൂറെങ്കിലും അതിനകത്ത് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് അതെടുത്ത് പിഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം മാത്രം ഡിറ്റർജന്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. കളർ നന്നായിട്ട് നിലനിന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇതില് സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവരും 8891060225 കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.